ഇപ്പോൾ എത്ര ഫിലിംസ് ആയിട്ടുണ്ടാവും ഇപ്പോൾ പാടിയിട്ട്? ഒരു ഫസ്റ്റ് ഫിലിം ഇത് പറഞ്ഞ പോലെ മിഷൻ 90 ഡേയ്സ് ആയിരുന്നു. പിന്നെ കുരുക്ഷേത്ര, പിന്നെ കുറച്ച് പടങ്ങൾ പാടിയിരുന്നു. പിന്നെ ഒരു 3 വർഷത്തോളം റിയാലിറ്റി ഷോയിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നല്ല ഫിലിംസ് എനിക്ക് കിട്ടിയിരുന്നില്ല. പാടിയിട്ടുണ്ടെങ്കിലും കൂടുതലും നല്ല ഒരു ബാനറിലുള്ള പടങ്ങൾ എനിക്ക് ഒരു 3 വർഷത്തോളം കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഡയമണ്ട് നെക്ലസ് വന്നു ചേർന്നത്. ശരിക്കും നജീമിനൊരു ഭയങ്കര ഒരു കംബാക്ക് ആയിരുന്നു അല്ലേ? ഡയമണ്ട് നെക്ലസ് കരിയർ ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആബ്സല്യൂട്ട്ലി. അപ്പോൾ എനിക്ക് ഒരു പഠിച്ചു നിന്നൊരു എന്താണ് ശരിക്കും കേട്ടോ. അത് കുറേ പേരുടെ എന്താ പറയാ വായ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു, അതായത് നജീം അർഷാദ് ഏറ്റവും ഹൈപ്പിലെ ആയൊരു സിംഗറാണ്, ഇപ്പൊ നജീം എവിടെ എന്നൊക്കെ ഒരു ചോദ്യം നജീം തന്നെ കേട്ടിട്ടുണ്ടോ? പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അന്നേരം നമുക്ക് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. മുകളിലിരിക്കുന്ന ആള് നമുക്ക് വേണ്ടി നമ്മുടെ ലൈഫ് എങ്ങനെ പോകും എന്നുള്ളത് ഇറ്റ്സ് പ്രീഡെസ്റ്റിൻഡ്. പക്ഷെ നമ്മള് അതിന്റെ ഭാഗത്ത് നമ്മുടെ വർക്ക് ഓഫ് കോഴ്സ് വേണം. അപ്പൊ നജീമിന്റെ ടൈം എന്ന് പറയുന്നത് ഡയമണ്ട് നെക്ലസിലൂടെയാണ് തെളിഞ്ഞത്. വിദ്യാസാഗർ സാറിനോടാണ് എൻ്റെ നന്ദി. കാരണം അദ്ദേഹം വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അതിൽ, കാരണം അതിലൊരു അദ്ദേഹമാണ് അത് നിമിത്തമായിട്ട് മാറിയത്. ഏകദേശം 1 വർഷം മുമ്പേ ഒരു തൃശ്ശൂരിൽ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പാട്ട് പാടിയിരുന്നു. അപ്പൊ അതാണ് ലൈവ് ഒരു ഷോയിൽ. ആ ഒരു ഷോയാണ് നമ്മുടെ ലൈഫ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത്. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് നമ്പർ കൊടുത്തിരുന്നു സാറിന്. മുരുകൻ ചേട്ടനെ അറിയാലോ, അപ്പോൾ ആ ചേട്ടന് അപ്പം അന്നേരം എഴുതിയിരുന്നു. അപ്പോൾ ഒരിക്കലും വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ വോയിസ് ടെസ്റ്റിന് വേണ്ടി വിളിച്ചു. എന്നിട്ടും ഞാൻ അറിയുന്നില്ല ഇന്ന പടത്തിലേക്ക് വേണ്ടിയിട്ടാണ് പാടുന്നതെന്നുള്ളത്. പിന്നെ ദുബായിലൊരു ഷോയ്ക്ക് പോയപ്പം നാദിർ ഷേഖ വന്ന് പറഞ്ഞു, എടാ മറ്റേ പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു, നീ ഉഗ്രനായിട്ട് പാടി എന്ന് പറഞ്ഞു. അപ്പോഴേ ഏത് ഫിലിം എന്ന് ചോദിച്ചു. ഒരു ലാൽ ജോസ് സാർ പടമല്ലേ നമ്മുടെ ഡയമണ്ട് നെക്ലസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. താങ്ക്സ്. അന്നാണ് ഞാൻ തിരിച്ചറിയുന്ന ആ സത്യം. അതിനുശേഷം പിന്നെ എല്ലാ മെയിൻ സിനിമകളിലും എനിക്ക് പാടാൻ പറ്റി. നല്ല നല്ല ബാനറുകൾ, എല്ലാ പടവും നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഡയറക്ടേഴ്സിന്റെ കീഴിൽ, മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കീഴിൽ എല്ലാം നമുക്ക് പാടാം. എല്ലാ പടവും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഹിറ്റിലോട്ട് ചെന്നെത്തി. പാട്ടും അതുപോലെ ശ്രദ്ധിക്കപ്പെട്ടു. പ്രേക്ഷകർ നന്ദി എനിക്ക് പറയാനുള്ളത്. കാരണം അവരില്ലെങ്കിൽ ഇപ്പം ഇഷ്ടംപോലെ പാട്ട് പാടിയെന്ന് പറഞ്ഞിട്ടുള്ള കാരണം ഒരു പാട്ട് ഹിറ്റാവുന്നതിലാണ് ഒരു സിംഗറിന്റെ സക്സസ്. അപ്പോൾ നമുക്ക് എത്ര നല്ല പാട്ട് പാടിയാലും അത് പുറത്ത് വന്ന് എല്ലാ ഘടകം കൂടി ചേർന്നിരിക്കണമല്ലോ. അതാണ് അങ്ങനെ ഒരു എല്ലാം കൂടെ ഒത്തു വന്നു. അപ്പൊ ഇപ്പൊ നജീം ഐ എം ഷുവർ യു ആർ 24/7 ബിസി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി മാറിയല്ലേ? ഇത് തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇത് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. എല്ലാവരും കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസമുണ്ട്. നജീമിനെ തിരിച്ചു തന്ന ഒരു പാട്ടാണ് ശരിക്കും തൊട്ടു എന്നുള്ള പാട്ടല്ലേ. ഐ തിങ്ക് ഞാൻ തന്നെ സ്റ്റേജ് ഷോസിനൊക്കെ കുറെ അത് പാടിയിട്ടുണ്ട്. നജീമും അഭിരാമിയും കൂടി പാടിയ പാട്ട്. ഐ തിങ്ക് 2012 വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ്, നോ ഡൗട്ട് ആ പാട്ട്. അപ്പം അത് കേൾക്കാൻ നമുക്ക് പാടാം. ഞാൻ കൂടാം. തൊട്ടു നോക്കാമോ ഒന്നു തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ. തൊട്ടു നോക്കാമോ ഒന്നു തൊട്ടാവാടി നിന്നെ, കൊഞ്ചമെട്ടി നിന്ന് കണ്ണേ, കൊഞ്ചമെട്ടി നിന്ന് കണ്ണേ.